ബിൽഡിംഗ് ഓണർ റെന്റ് കൊടുക്കുന്ന സമയത്ത് TDS കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചില കച്ചവടക്കാർ എന്നോട് ചോദിച്ചാണ്, ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ്, ബിൽഡിംഗ് ഓണർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പുകില് വരിക എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ TDS കട്ട് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്ന സമയത്ത് അത് 50,000 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ എന്തായാലും TDS കട്ട് ചെയ്യണമെന്നാണ് നിയമം. അപ്പോൾ TDS കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ വാടക കൊടുക്കുന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. 1,00,000 രൂപയുടെ 10% TDS കട്ട് ചെയ്യണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10,000 രൂപ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് ഈ 10,000 രൂപ ബിൽഡിംഗ് ഓണറുടെ പാൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻകം ടാക്സിലേക്ക് അടക്കുക എന്നുള്ളതാണ് ബിസിനസ്സുകാരന്റെ യഥാർത്ഥത്തിലുള്ള പണി. അഥവാ അത് ചെയ്തിട്ടില്ലെങ്കിൽ 1,00,000 രൂപ നമ്മൾ ചെലവാക്കിയാലും നമുക്ക് കണക്കിൽ നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞിട്ട് 70,000 രൂപ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഫലത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ 30,000 രൂപ നിങ്ങളുടെ ലാഭം കൂടും. ആ ലാഭത്തിന് ഇൻകം ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അടക്കേണ്ടി വരും. 1,00,000 രൂപ ചെലവാക്കിയിട്ടാണ്. ഇതൊരു കാര്യം മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, TDS കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 200 രൂപ ഡെയിലി പെനാൽറ്റി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി TDS ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഡിലേ ആക്കിയിട്ട് അടക്കാൻ പോവുകയാണെങ്കിൽ മാസത്തിൽ 1% ഇൻട്രസ്റ്റ് വരും, അല്ലെങ്കിൽ 1.5% ഇൻട്രസ്റ്റ് വരും. ഇതൊക്കെ ബിസിനസ്സുകാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇനി ബിൽഡിംഗ് ഓണർ ഇത് സമ്മതിക്കാത്തത് കൊണ്ട് ബിൽഡിംഗ് ഓണർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് പ്രകാരം പേയ്മെന്റ് കൊടുക്കുന്ന ആൾക്കാണ് ബാധ്യതകൾ മുഴുവൻ. ഇത് TDS കട്ട് ചെയ്യേണ്ടതും അതിന്റെ കാര്യങ്ങൾ പാലിക്കേണ്ടതും കൊടുക്കുന്ന ആളാണ്. ബിൽഡിംഗ് ഓണർ സംബന്ധിച്ചിടത്തോളം പണം കിട്ടുന്ന ആളാണ്. അയാൾ വർഷത്തിൽ അതിന്റെ ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്താൽ അയാളുടെ കാര്യം ഓക്കെ. ഇനി TDS കട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. പല ബിൽഡിംഗ് ഓണേഴ്സിന്റെയും വിചാരം ഈ TDS കട്ട് ചെയ്യുന്ന പൈസ ഒരു തരത്തിലും നമുക്ക് കിട്ടില്ല എന്നാണ് പല ആൾക്കാരും കരുതുന്നത്. അങ്ങനെയല്ല. TDS കട്ട് ചെയ്ത് പാൻ നമ്പറിൽ ഇൻകം ടാക്സിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഓണർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അയാൾ ഇൻകം ടാക്സിന് എന്തെങ്കിലും ടാക്സ് അടക്കാനുള്ള വ്യക്തിയാണെങ്കിൽ ആ അടക്കാനുള്ള തുകയിൽ ഈ TDS പിടിച്ച എമൗണ്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ആവും. അല്ലെങ്കിൽ ഇയാൾ ബിൽഡിംഗ് ഓണർ 1 രൂപ പോലും ഇൻകം ടാക്സിന് ടാക്സ് അടക്കാനില്ലെങ്കിൽ ഈ TDS ആയിട്ട് കട്ട് ചെയ്ത് ഇൻകം ടാക്സിലുള്ള മുഴുവൻ തുകയും അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടും. ഒരു ഇൻകം ടാക്സ് റിട്ടേൺ മാത്രം എന്ത് ചെയ്താൽ മതി? ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യം ഒന്ന് ബിൽഡിംഗ് ഓണേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.